ആംബുലൻസുകളുടെ 1000 യൂണിറ്റുകൾ ആന്ധ്രാപ്രദേശ് സർക്കാരിന് കൈമാറി. ട്രാവൽ ഉൾപ്പെടെയുള്ള ജനപ്രിയ വാഹന നിർമ്മാതാക്കളായി പൂനെ ആസ്ഥാനമായുള്ള ഫോഴ്സ് മോട്ടോഴ്സ് അടുത്തിടെയാണ് വാർത്തകളിൽ ഇടം പിടിച്ചത്. ഇതിന് പിന്നാലെ ഇപ്പോൾ രാജ്യത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകാൻ പുതിയ ആംബുലൻസുകൾ കൂടി അവതരിപ്പിക്കുകയാണ് കമ്പനി. ആംബുലൻസുകളുടെ കോഡുകൾ പാലിച്ച് ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി എന്നീ 3 വിഭാഗങ്ങളിലായിട്ടാണ് റെഡി ടു യൂസായി ആംബുലൻസുകൾ ഇറങ്ങുന്നത്. അടിയന്തര ചികിത്സ ആവശ്യമില്ലാത്ത കോവിഡ് രോഗികളെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിനാണ് ടൈപ്പ് ബി ആംബുലൻസുകൾ ഉപയോഗിക്കുന്നത്. യാത്രയിൽ രോഗികൾക്ക് ആവശ്യമായ പ്രാഥമിക ചികിത്സ നൽകുന്നതിന് ടൈപ്പ് സി ആംബുലൻസുകളും ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ടൈപ്പ് ഡി ആംബുലൻസുകളുമാണ് കമ്പനി ഒരുക്കിയിട്ടുള്ളത്. എവിടെ വെച്ചും ചികിത്സ ഉറപ്പാക്കാൻ കഴിയുന്ന മൊബൈൽ പ്രൈമറി ഹെൽത്ത് സെന്റർ ഒരുക്കാനും ഫോഴ്സ് മോട്ടോഴ്സ് ശ്രമിക്കുന്നുണ്ട്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിണങ്ങുന്ന ആംബുലൻസുകൾ ഒരുക്കാനാണ് ആരോഗ്യ മന്ത്രാലയം സംസ്ഥാന സർക്കാരും ആലോചിക്കുന്നത്. ആന്ധ്രാപ്രദേശ് സർക്കാരിന് കമ്പനി നൽകിയ 1000 ആംബുലൻസുകളിൽ 130 മോഡലുകളും അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകളാണ് എന്നതാണ് ശ്രദ്ധേയം. 252 ബേസിക് സപ്പോർട്ട് ആംബുലൻസുകളും 656 മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകളുമാണ് മറ്റുള്ളവ. ഈ ആംബുലൻസുകൾ ബ്ലൂ വൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ വൈറ്റ് എന്നീ നിറങ്ങളിലാണ് ഒരുക്കിയിരിക്കുന്നത്. കോവിഡ്-19 സ്ക്രീനിങ്ങും ടെസ്റ്റിംഗും സൗകര്യങ്ങൾ ഇവയിൽ ഫോഴ്സ് മോട്ടോഴ്സ് ഘടിപ്പിച്ചിരിക്കുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 25 കോടി രൂപ ധനസഹായം നേരത്തെ തന്നെ കമ്പനി പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊറോണ വൈറസ് ബാധിത റിപ്പോർട്ട് ചെയ്ത മഹാരാഷ്ട്രയിൽ മൊബൈൽ ക്ലിനിക്കും കമ്പനി ഒരുക്കുന്നുണ്ട്. ജീവൻ രക്ഷാ മരുന്നുകളും ഉപകരണങ്ങളും വാഹനങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം എല്ലാ വാഹനങ്ങളിലും ഡോക്ടർമാരെയും നഴ്സുമാരെയും വിന്യസിച്ചിട്ടുമുണ്ട്.